ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് ഋതിക ഇങ്ങനെ രാജുവിനെ കാണുവാണ്. രാജുവും ഋതികയും പരസ്പരം ഇങ്ങനെ നോക്കുവാണ്. പക്ഷെ രണ്ടുപേർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. നിശബ്ദരായി അവരുടെ കണ്ണുകൾ കണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാകാതെ നമ്മുടെ സ്വാമി അവരെ രണ്ടുപേരെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും നോക്കുവാണ്. ഋതികയെന്നും രാജുവെന്നും വിളിക്കാൻ അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അതാണ്ട് നമ്മുടെ രാധമ്മയും പ്രിയയും കാറിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞു. രാജുവിനുള്ള ഉച്ചഭക്ഷണമായിട്ടുള്ള വരവാണ്. നമ്മുടെ രാധമ്മയുടെ കാര്യം പറയാനില്ല. അല്പൻ ഐശ്വര്യം വർദ്ധിക്കുമ്പോൾ അർദ്ധരാത്രിക്കും കൊട പിടിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ രാധമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവവും നടപ്പും. ഇഷ്ടത്തിന് സ്വർണ്ണാഭരണങ്ങളെല്ലാം വാരിയണിഞ്ഞ് വില കൂടിയ പട്ടുസാരിയൊക്കെ ഉടുത്താണ് ആ ഓഫീസിലോട്ട് വരുന്നത്. ഇപ്പോഴും രാജുവും ഋതിക ഇങ്ങനെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുവാണ്. ഋതിക മനസ്സിൽ പറയാം, എൻ്റെ CV കണ്ടിട്ടായിരിക്കും രാജു എനിക്ക് ജോലി തന്ന്, അതുകൊണ്ടായിരിക്കും എന്നെ ഇൻ്റർവ്യൂ പോലും ചെയ്യാതിരുന്നത്. അപ്പോൾ രാജുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്. ഇതെന്താ വെള്ളരിക്കപ്പട്ടണോ? ഞാൻ ഒരുത്തൻ ഇവിടെ നിൽക്കുന്ന പോലും കാണാതെ ഇവർ രണ്ടുപേരും ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുന്നത്. ഇത് എന്തു പറ്റി? ഇനി ഞാനിവിടെ നിൽക്കുന്ന ഇവർ രണ്ടുപേരും അങ്ങ് മറന്നുപോയോ എന്നൊക്കെ ചിന്തിച്ചോണ്ട് നമ്മുടെ സ്വാമി അവിടെ നിൽക്കുക. ഭയങ്കര സന്തോഷത്തോടെ രാധമ്മയും പ്രിയയും കൂടെ ആ ഓഫീസിനകം കണ്ടിങ്ങനെ വരുവാണ്. ആ സമയത്ത് രോഷിണി അതേ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവൾ പെട്ടെന്ന് രാധമ്മയെ കാണുന്നു. അപ്പോൾ ഇത് തന്നെയാണ് രാധമ്മ, ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇവരെയൊക്കെ കയ്യിലെടുക്കണം എന്നും പറഞ്ഞ് രോഷിണി അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ രാജുവും ഋതിയും കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രാജു മനസ്സിൽ പറയാ, ഇതെൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഋതിക ഇവിടെ ജോലിക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ഋതുവിൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഉണ്ട്. ഇനിയും ഇത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. ഈ നോട്ടത്തിനൊരു അവസാനം ഉണ്ടാക്കണമല്ലോ എന്ന് കരുതി നമ്മുടെ സ്വാമി പെട്ടെന്ന് ആ ഫയല് തുറന്നിട്ട് സാറേ സാറേ എന്നിങ്ങനെ രാജുവിനെ വിളിച്ചിട്ട്, ദാണ്ടെ ഈ മേഡത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററായത്. സാറ് തന്നെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കൊടുത്താട്ട് ആ മേഡത്തിന്. രാജു ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഋതികയെ ഇങ്ങനെ നോക്കുക. ഋതികയും ഇങ്ങനെ രാജുവിനെ തന്നെ നോക്കുക. ഋതിക നോക്കുമ്പോൾ രാജുവിൻ്റെ കയ്യിലെ ബ്രേസ്ലെറ്റിൽ ഋതിക രാജു എന്ന് എഴുതിയിരിക്കുന്നു. അതേ തന്നെ ഇങ്ങനെ അതിശയത്തോടെ അവൾ നോക്കുമ്പോൾ, മേഡം എന്താ നോക്കി നിൽക്കുന്നത്, ഇതങ്ങോട്ട് ഐശ്വര്യത്തോടെ മേടിച്ചാട്ടെ എന്ന് നമ്മുടെ സ്വാമി പറയുക. പെട്ടെന്ന് ഋതിക അതങ്ങ് വാങ്ങിക്കുവാണ്. രാജുവിൻ്റെ കണ്ണിലോട്ട് നോക്കി താങ്ക്സ് പറയുന്നു. തൻ്റെ പ്രാണപ്രിയോട് എന്ത് പറയണമെന്നറിയാതെ രാജു ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ നോട്ടം ശരിയല്ലെന്ന് വീണ്ടും മനസ്സിലാക്കിയ നമ്മുടെ സ്വാമി, മേഡം ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഋതികയെ വിളിച്ചുകൊണ്ട് പോവുക. പോകുന്ന കൂട്ടത്തിലും ഋതിക ഇങ്ങനെ രാജുവിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. രാജു ഋതികയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ പൊന്നോ, ദാണ്ട രാധമ്മയും പ്രിയയും രോഷിണിയും കൂടെ വർത്തമാനം പറഞ്ഞ് ചിരിച്ചിങ്ങനെ വരുവാണ്. സ്വാമിയും ഉണ്ട് കൂടെ. അവരുടെ മുന്നിലോട്ട് നമ്മുടെ ഋതിക ചെന്നങ്ങ് ചാടിക്കൊടുക്കുവാണ്. കുരിശിനെ കണ്ട ചെകുത്താനെ പോലെ ദാണ്ട നമ്മുടെ രാധമ്മയും പ്രിയയും ഋതികയെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ഇതൊന്നും മനസ്സിലാകാതെ രോഷിണിയും സ്വാമിയും രണ്ടുപേരും ഇങ്ങനെ അതിശയത്തോടെ നോക്കുക. ഇവർക്കാർക്കും ഋതികയെ അറിയില്ലല്ലോ. ഋതിക പഴയ സ്നേഹത്തോടെ ഇങ്ങനെ രാധമ്മയും പ്രിയയെ നോക്കി ചിരിയും കരച്ചിലോടെ ഇങ്ങനെ നോക്കുവാണ്. പക്ഷേ അവരുടെ മനസ്സിൽ ഇതൊന്നുമല്ല, അന്ന് നടന്ന സംഭവമാണ്. നിനക്കാരാടായ ധൈര്യം തന്ന് എൻ്റെ അച്ഛൻ്റെ നേരെ ചെരുപ്പറിയാൻ എന്നും പറഞ്ഞ് രാജുവിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് ഋതിക അലറിയതും എനിക്ക് എൻ്റെ അച്ഛനെ മതി, രാജുവിനെ വേണ്ട എന്ന് പറഞ്ഞതൊക്കെയാണ് അവരുടെ മനസ്സിൽ ഓടുന്നത്. രാധമ്മേ എന്നും വിളിച്ചുകൊണ്ട് ഋതിക ഓടി വരുക. രാധമ്മയുടെ അടുത്ത് ഋതിക അടുത്ത് വന്നതും എന്ന് പറഞ്ഞ് കൈ തടുക്കുവാണ്. എന്നുവെച്ചാൽ അടുത്തോട്ട് വരണ്ടാന്ന്. അപ്പോഴത്തേക്ക് പ്രിയ, മിണ്ടിപ്പോകരുത്, നീ ആരാടി നിന്റെ രാധമ്മ? കരഞ്ഞോണ്ട് ഋതിക പ്രിയേച്ചി എന്ന് വിളിക്കുമ്പോൾ രാധമ്മ കളിയാക്കിക്കൊണ്ട്, പ്രിയേച്ചിയോ? ഏത് പ്രിയ ചേച്ചി? ആരാടി നിന്റെ പ്രിയ ചേച്ചി? ഇവിടെ നിന്റെ പ്രിയ ചേച്ചിയും രാധമ്മയും ഒന്നുമില്ല. ഇത് രോഷിണിക്കും സ്വാമിക്കും ഇപ്പോഴും കഥ മനസ്സിലായിട്ടില്ല. അവർ വീണ്ടും അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. എടി, ആ പേരും പറഞ്ഞ് നീ ഞങ്ങളെ ആരെയും കാണാനും വന്നു പോയേക്കരുത്. പഴയ കാര്യങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. എരിയുന്ന കനലായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുക അന്നത്തെ ഞങ്ങളുടെ അനുഭവങ്ങൾ. ദേഷ്യത്തോടെ പറഞ്ഞു, എടി, പേപ്പട്ടികളെ എറിഞ്ഞോടിക്കുന്ന പോലെയല്ലേ നീ നിന്റെ വീട്ടുകാർ വന്ന് ഞങ്ങളെ എറിഞ്ഞോടിച്ചത്? അതൊന്നും മറന്നില്ലടി. അതൊക്കെ മറന്നാൽ പിന്നെ എങ്ങനെ വാശിയോടെ ജീവിക്കാൻ പറ്റും? ഇപ്പോഴാണ് രോഷിണിക്ക് കത്തിയത്. അത് ശരി, ഇവളാണപ്പോൾ രാജുവിൻ്റെ വൈഫ്. കൃത്യസമയത്ത് തന്നെ ഇവരിവിടെ തിരക്കി വന്നല്ലോ. പ്രിയയുടെ കലിപ്പൊന്നും അടങ്ങിയിട്ടില്ല. എന്താടി ശോക നായികയെ പോലെ വിതുമ്പി വിങ്ങി ഇങ്ങനെ നിൽക്കുന്നത്? നിന്റെ അത്തരം അഭ്യാസങ്ങളൊന്നും ഇനി ഇവിടെ ചെലവാകില്ല. അതൊക്കെ ഞങ്ങളെ കുറെ കണ്ടതാ. രാധമ്മയുടെ വക ശരവർഷമാണ്.
എടി, കാശില്ലാത്തതിൻ്റെ പേരിലെ ഒത്തിരി നാണം കെട്ടവരാ ഞങ്ങൾ. ജീവിക്കാൻ മാത്രം കാശ് മതിയെന്നാ ഞങ്ങൾ കരുതിയിരുന്നത്. ഞങ്ങൾ ദാരിദ്ര്യമുള്ളവരാണെന്നും പറഞ്ഞ് എന്തെല്ലാം നാണക്കേടുകളാണ് ഞങ്ങൾക്കുണ്ടാക്കിയത്. നീ എന്തിനാടി പിന്നെയും എൻ്റെ മകൻ്റെ പിന്നാലെ വരുന്നത്? ഇതെല്ലാം കേട്ട് കരഞ്ഞോണ്ട് നിൽക്കുവാണ് ഋതിക. രാജു ഇതെല്ലാം അകത്തു നിന്ന് കേൾക്കുന്നുമുണ്ട്. ഋതിക മോളേന്ന് മുഴുക്ക വിളിച്ചു തീർക്കാത്ത നമ്മുടെ രാധമ്മ പറഞ്ഞ്, എടി നിനക്ക് പോയി ചത്തുകൂടേടി. എൻ്റെ മകനെ നീ നിന്റെ വീട്ടിൽ വെച്ച് പലവട്ടം തള്ളിപ്പറഞ്ഞു. പത്രോസെ യേശുവിനെ 3 പ്രാവശ്യമേ തള്ളി പറഞ്ഞിട്ടുള്ളൂ. നീ എത്ര പ്രാവശ്യമാടി എൻ്റെ മോനെ തള്ളിപ്പറഞ്ഞത്? നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? പണമില്ലാത്തപ്പോൾ അവനെ ഉപേക്ഷിച്ചു പോയ നീ ഇപ്പോൾ അവന് പണം ഉണ്ടായപ്പോൾ നീ തിരിച്ചു വന്നതാണോടി? പൊട്ടി കരഞ്ഞുകൊണ്ട് ഋതിക പറയാം, അയ്യോ അല്ല. പിന്നെ എന്തിനാടി എൻ്റെ മകനെ ഉപദ്രവിക്കാനായിട്ട് നീ ഇങ്ങോട്ട് കയറി വന്നത്? നീ പ്രിയയുടെ വക അരങ്ങേറ്റമായി. അമ്മയ്ക്കറിയാവോ, ഇവളുടെ വീട്ടിലെ പട്ടി വരെ പട്ടിണിയിലായി. രാജു വന്നെന്നറിഞ്ഞതുകൊണ്ടേ പട്ടിണി മാറ്റാൻ വേണ്ടി കയറി വന്നതാ. സൂര്യമംഗലം കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടിയാണ് ഈ ആക്ഷേപങ്ങളെല്ലാം കേട്ട് നിൽക്കുന്നത്. ഇതാ നാണം കെട്ട പ്രതാപന്റെ പിടിവാശി കാരണമല്ലേ? അവന്റെ അഹങ്കാരവും പിടിവാശിയും അവന്റെ ആത്മാഭിമാനവും അവന്റെ ഒടുക്കലത്തെ ദുരഭിമാനം കളഞ്ഞിട്ട് സൂര്യമംഗലം കൊട്ടാരത്തിൽ പോയി താമസിച്ചെങ്കിൽ ഈ ഋതികയ്ക്ക് ഈ നാണക്കേട് അനുഭവിക്കേണ്ടി വരുമോ? അമ്മയും മോളും വിടാൻ തീരെ പ്ലാനില്ല. വീണ്ടും രാധമ്മയുടെ അരങ്ങേറ്റം തന്നെ. എടി, ഞങ്ങൾ പാവത്തുങ്ങളാണെന്ന് കരുതി നീ നിന്റെ വീട്ടുകാരും കുറേ നാൾ ഞങ്ങളെ ഇട്ടങ്ങ് പൊരിച്ചു. സോഷ്യലിസം പ്രസംഗിച്ച് നടക്കുന്ന നിന്റെ അച്ഛൻ പാവപ്പെട്ടവരായ ഞങ്ങളെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. അമ്മയ്ക്ക് അല്പം റെസ്റ്റ് കൊടുക്കണമല്ലോ. ദാണ്ട പ്രിയ തുടങ്ങി. അയാളെ ഇപ്പോൾ ഒരു ഗതിയും പരഗതിയില്ലാതെ തെരുവിൽ കൂടൊക്കെ അലഞ്ഞ് നടക്കുക, ഒരനാഥപ്രേതം പോലെ. ഇതെല്ലാം കേട്ട് ചങ്ക് പൊട്ടി കരയുകയെന്നല്ലാതെ ഒരു വാക്കുപോലും എതിർത്തോ മറുത്തോ നമ്മുടെ ഋതിക പറയുന്നില്ല. രാധമ്മ വീണ്ടും തുടങ്ങി. എടി, നിനക്കും അയാൾക്കൊക്കെ ഉടുതുണിക്ക് മറുതുണിയില്ലാതായതേ നിന്റെയൊക്കെ പ്രവൃത്തി കൊണ്ടാടി. നിന്റെയൊക്കെ മനസ്സ് മോശവാ. ഒന്നും മിണ്ടാതെ, ശ്വാസം പോലും വിടാതെ നമ്മുടെ ഋതിക കരയുവാ നിന്ന്. എന്തൊരഹങ്കാരമായിരുന്നു ഇവക്ക്. അമ്മയ്ക്കറിയാവോ, ഇവക്ക് ഇവിടെ അച്ഛനെ മതിയെന്ന്. ഭർത്താവിനെ അടിച്ചോടിച്ചിട്ട് അച്ഛനെ മതിയെന്ന് പറഞ്ഞ നീ എന്തിനാടി പിന്നെ പഴയ ഭർത്താവിനെ അന്വേഷിച്ച് വന്നത്? ഇനി രാധമ്മയുടെ വക. എടി, ആ പശുവിൻചത്ത് ആ മോരിൻ്റെ പുളിയും പോയി. ഇനി അക്കാര്യവും പറഞ്ഞ് ഇനി മേലാൽ ഇങ്ങോട്ട് തേരാപ്പാര നടക്കണ്ട. താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന രാധമ്മയും പ്രിയേച്ചിയാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോർത്തിട്ടാകാം ഋതിക അവരുടെ കണ്ണിൽ തന്നെ നോക്കി ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കുവാണ്. പെട്ടെന്ന് രാധമ്മ ദേഷ്യത്തോടെ, എടോ സ്വാമി, എന്തിനാ ഇവളുടെ വന്നത്? സത്യം പറഞ്ഞ അംബിക പോലും ഇത്രയും അഹങ്കാരത്തോടെ കാണിച്ചിട്ടില്ല. സ്വാമി വിറച്ചോണ്ട് പറയുക, അത് അങ്ങനെ ചോദിച്ചാൽ ഇവിടെ ജോലി അന്വേഷിച്ച് വന്നതാ. എന്നിട്ട് ജോലി കൊടുത്തോ? കൊടുത്തു മേഡം. നോക്കി ഭസ്മമാക്കുമെന്നുള്ള ഭാവത്തിലാണ് സ്വാമിയെ നോക്കുന്ന രാധമ്മ. അവൻ പേടിച്ചിട്ട് പറയാം, അതിപ്പോഴൊരബദ്ധമായി പോയെന്നാ തോന്നുന്നത്. ഈ കുട്ടി തന്ന സർട്ടിഫിക്കറ്റും CV-യും മറ്റൊരു പെൺകുട്ടിയുടേതായിരുന്നു. എക്സ്പീരിയൻസ് കണ്ടപ്പോൾ അബദ്ധം പറ്റി എടുത്തു പോയതാ. അത് സ്വാമി പറഞ്ഞ സത്യമാണ്. ഋതികയും മാഗ്നയും പവിത്രയും ഒന്ന് കൂട്ടിമുട്ടിയപ്പോൾ രണ്ടുപേരുടെയും ഫയൽ താഴെ പോയി. അപ്പോഴാ ഫയൽ എടുത്തപ്പോൾ രണ്ടുപേരും മാറിയാണ് എടുത്തതെന്ന് തോന്നുന്നു. പക്ഷെ അവരത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഋതികയും ആ സംഭവം ഓർക്കുന്നത്. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയയുടെ കാര്യം പറയണോ? എടി, അപ്പോൾ നീ തട്ടിപ്പ് നടത്തിയാണ് കമ്പനിയിൽ കയറാൻ നോക്കിയതല്ലേ? ഇവളെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അതമ്മ സ്വാമിയുടെ നേരെ ഓർഡർ ഇടുക. ആ അപ്പോയിൻമെന്റ് ഓർഡർ തിരിച്ചു മേടിച്ചിട്ട് ഇവളെ പറഞ്ഞു വിടും സ്വാമി. ഇവളൊക്കെ പിന്നെയും കയറി വരുന്ന എന്തിനാന്നറിയോ? അടുത്ത ചതിക്കുഴി ഒരുക്കാന്. ഇവളെ വേഗം പറഞ്ഞു വിട്. സ്വാമി നിന്ന് പരുങ്ങുക. തന്നോടല്ലേ പറഞ്ഞ് ഇവളെ വേഗം പറഞ്ഞു വിടാനെന്ന്. ഇതെല്ലാം അകത്തുനിന്ന് കേട്ടോണ്ട് നിന്ന രാജു, എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്ത് എനിക്ക് എൻ്റെ ഋതിയെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. എന്തിനാടി നോക്കി വയ്ക്കുന്നത്? ഇറങ്ങിപ്പോടി. അപ്പോൾ രാജു അങ്ങോട്ട് അല്പം ദേഷ്യഭാവത്തിലാണ് വരുന്നത്. അങ്ങനെ ഇറക്കി വിടാൻ വരട്ടെ. ഇവളെ അങ്ങനെ അങ്ങ് വിട്ട് കളഞ്ഞാലോ അമ്മേ? എനിക്കിവിടെ വേണം. ഇവളിവിടെ ജോലി ചെയ്യണം. നമ്മളോട് ചെയ്തതിനൊക്കെ ഇവിടെ വെച്ച് പകരം വീട്ടണം അമ്മേ. ഇവൾ അനുഭവിക്കണം. ഋതിക ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് രാജുവിനെ തന്നെ നോക്കുക. എന്തർത്ഥത്തിലാണ് രാജു ഈ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ ആരാണെന്ന് എനിക്ക് ഇവളെ പഠിപ്പിക്കണം. ഇതൊരു ഫാഷൻ ഡിസൈനിങ് കമ്പനിയാണ്. ഇവിടെ വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇവക്കില്ല. ഇവള് വല്ല സ്റ്റിച്ചിങ് കമ്പനിയിലും ജോലി ചെയ്ത് കാണും. ആ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. ഇവളുടെ ഫയൽ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഇവൾക്ക് ഞാൻ ഒരിക്കലും ജോബ് കൊടുക്കില്ലായിരുന്നു. രാജു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് രാധമ്മയുടെയും പ്രിയയുടെയും ഒരു സന്തോഷം. എന്തു പറയാനമ്മേ, അപ്പോഴിത് വിധിയാണ്. ദൈവമാണ് ഇവളെ എൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് നേരിട്ട് കണക്ക് ചോദിപ്പിക്കാൻ. രാജുവിൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഋതിക മനസ്സിൽ പറയുക, ഞാൻ കരുതിയതുപോലെയല്ല രാജു. രാജു ഇപ്പം പഴയ ആളെയല്ല. ഞാൻ രാജുവിൻ്റെ മനസ്സിലില്ല. ഋതിക സങ്കടത്തോടെ പറയാം, നിങ്ങളെല്ലാവരും പറഞ്ഞതിന് മറുപടി പറയാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല. ഞാൻ തെറ്റുകാരിയാണെന്ന് നിങ്ങൾ പറയുന്നു. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ.
എൻ്റെ മനസ്സിൽ എന്താണെന്ന് മറ്റുള്ളവർക്കത് വായിക്കാനാവില്ലല്ലോ. ഇതാരുടെ കമ്പനിയാണെന്ന് അറിയാതെയാണ് ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നത്. അതുകൊണ്ട് ക്ഷമിക്കണം, അതെനിക്ക് പറ്റിയ തെറ്റാ. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരല്പം ഗൗരവത്തോടെ തന്നെ നമ്മുടെ ഋതിക പറയുന്നു, എനിക്ക് ഈ ജോലി വേണ്ട, ഞാൻ പോവുക. ക്ഷത്രിയ രക്തമല്ലേ അവളുടെ ദേഹത്തോട് ഓടുന്നത്. ഇത്രയും നേരം അപമാനമെല്ലാം കേട്ട് നിന്നല്ലോ. ഋതിക അങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ രാജു ഋതികയുടെ കൈക്ക് കയറി അങ്ങ് പിടിച്ചു. എന്നെ ഋതികയും രാജു ഇങ്ങനെ പരസ്പരം നോക്കുവാണ്. ഇത് കണ്ട് രോഷ്ണിക്കാകെ വെപ്രാളവും തുടങ്ങി. രാധമ്മയും പ്രിയ ഇങ്ങനെ നോക്കുക. ദൈവമേ, ഇവൻ കൈവിട്ടു പോയോ? പെട്ടെന്ന് രാജു ഋതികയുടെ കൈക്ക് പിടിച്ചിങ്ങോട്ട് വലിച്ചിട്ട്, നീ എവിടെ പോകുന്നു? ഞാൻ എവിടെ പോയാൽ നിങ്ങൾക്കെന്താ? അതൊന്നും ചോദിക്കേണ്ട കാര്യം രാജുവിനിപ്പോൾ ഇല്ലല്ലോ. രാജു ഒരു ഉഗ്രൻ അഭിനയം അങ്ങോട്ട് കാണിക്കുവാണ്. കണ്ണൊക്കെ ഇങ്ങനെ മുളപ്പിച്ച് ദേഷ്യത്തോടെ ഋതികയുടെ നേരെ കൈഞ്ഞൂണ്ടിക്കൊണ്ട്, രാജു എന്ന് വിളിക്കാൻ പാടില്ല, കോൾ മീ സാർ, അണ്ടർസ്റ്റാൻഡ്? ഋതിക സാധാരണ മട്ടത്തിൽ, ഞാൻ അങ്ങനെ വിളിക്കില്ല. ആഹാ, എന്നാൽ ഞാൻ നിന്നെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കും. നീ വിളിക്കും. ഈ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്താലല്ലേ അങ്ങനെ വിളിക്കേണ്ടതുള്ളൂ. എനിക്ക് ഈ കമ്പനിയിലെ ജോലി വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഋതിക പോകാനൊരുങ്ങുമ്പോൾ രാജു വീണ്ടും ദേഷ്യത്തോടെ, നിൽക്കവിടെ, നീ അങ്ങനെ പോവോ? സ്വാമി, ഇവള് നമ്മുടെ അഗ്രിമെന്റിൽ സൈൻ ചെയ്തില്ലേ? ചെയ്തു സാറേ. എഗ്രിമെന്റിലെ കണ്ടീഷൻസ് അല്ല ഇവളോട് പറഞ്ഞിട്ട് തന്നെയല്ലേ സൈൻ ചെയ്യിപ്പിച്ചത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സാർ, അതിനുശേഷമാണ് സൈൻ ചെയ്യിപ്പിച്ചത്. നീ എഗ്രിമെന്റിലെ കണ്ടീഷൻസ് അറിഞ്ഞിട്ടല്ലേ ഇതിൽ സൈൻ ചെയ്തത്? 1 വർഷമെങ്കിലും ഈ കമ്പനിയിൽ നീ ജോലി ചെയ്യാതെ പിരിഞ്ഞു പോയാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കമ്പനിക്ക് തരണമെന്നാണ് കമ്പനിയുടെ അഗ്രിമെന്റ്. അതുകൊണ്ട് എന്തു പറയുന്നു? നഷ്ടപരിഹാരം തരുന്നോ അതോ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നോ? എത്ര കഷ്ടപ്പെട്ടാണ് കടിച്ച് പിടിച്ച് രാജു ഈ അഭിനയിക്കുന്നത്. മനസ്സിൽ പറയുക, എൻ്റെ ദൈവമേ, എൻ്റെ ഋതു റിസൈൻ ചെയ്ത് പോകല്ലേ. പറയൂ, എന്തു പറയുന്നു? ഋതിക എന്തു പറയാന്? 10 പൈസ കയ്യിലെടുക്കാനില്ല. അവൾ എങ്ങനെ 10 ലക്ഷം രൂപ കൊടുക്കും? പെട്ടെന്ന് പ്രതാപൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുവാണ് ഋതിക. മോക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണ്. ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അഭിമാനത്തോടെ മോക്ക് ജീവിക്കാവല്ലോ. നമ്മൾ തിരിച്ചു വരുവച്ചാ നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യും. രാജു ചോദിക്കുക, എന്താ ഒന്നും മിണ്ടാത്തത്? വായി തുറന്ന് പറയൂ. ഋതിക സങ്കടത്തോടെ പറയുക, 10 ലക്ഷം രൂപ തരാനൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം. സ്വാമി, താണ്ട് ഇവളെ വിളിച്ചോണ്ട് പോയി ജോലിക്കിരുത്ത്. ഋതിക സങ്കടത്തോടെയും ദേഷ്യത്തോടെയും രാജുവിനെ ഒന്ന് നോക്കിയിട്ട് സ്വാമിയുടെ പുറകെ പോവുകയാണ്. ഉടനെ രാധമ്മ, മോനെ, ഈ മാരണത്തിനെ ഒന്നും എടുക്കണ്ടായിരുന്നു, ഇവിടം കൂടെ നശിച്ചു പോവും. രാധമ്മേ, ഇത്രയ്ക്ക് അഹങ്കാരം വേണ്ട. പോടിൻ ഋതിക പിച്ചക്കാരിയോ ദരിദ്രവാസിയോ ഒന്നുമല്ല, അവൾ കോടീശ്വരി തന്നെ. അവളുടെ അച്ഛൻ്റെ അഹങ്കാരം കൊണ്ടാണ് അവളിങ്ങനെ ജീവിക്കേണ്ടി വരുന്നത്. അമ്മ പറയുന്ന പോലൊന്നും അല്ലമ്മേ. അവളോട് കണക്ക് വീട്ടാനുള്ള അവസരമാമേ രാജുവിന് വന്നിരിക്കുന്നത്. ഇവളെ ഇവിടിട്ട് പൊരിക്കണം. രോഷിനി മനസ്സിൽ പറയാം, അതിനെന്താ, ഇവളെ ഇവിടിട്ട് പൊരിക്കാൻ ഞാനുണ്ടല്ലോ. അമ്മയും പ്രിയ ചേച്ചിയും വാ, നമുക്ക് സ്റ്റാഫിനെ ഒന്ന് പരിചയപ്പെടാമല്ലോ എന്നും പറഞ്ഞ് രോഷിനി നാണ്ട് അവരെയും വിളിച്ചോണ്ട് പോവുക. രാജു മനസ്സിൽ പറയാം, ഋതുവിന് ഞാൻ വേണം, എൻ്റെ സപ്പോർട്ടും വേണം. പക്ഷേ ഋതികയുടെ രാജുവായി എല്ലാവരുടെയും മുന്നിൽ എനിക്കങ്ങനെ പെരുമാറാൻ പറ്റില്ലല്ലോ. എന്താ പറ്റിയാല? നീ ഡിവോഴ്സ് ഒന്നും മേടിച്ചിട്ടില്ലല്ലോ രാജുവേ. ഋതിക ഇപ്പോഴും നിന്റെ ഭാര്യ തന്നെയാണല്ലോ. എന്തൊക്കെയാണേലും ഞാൻ ഋതികയുടെ ആ പഴയ രാജു തന്നെയാണ്. സ്വാമി അങ്ങനെ ഋതിയെ കൊണ്ടുവന്ന് ഋതിയുടെ ക്യാബിനിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാണ് കുട്ടിയുടെ ക്യാബിൻ. എന്നോട് വലിയ മര്യാദയൊന്നും വേണ്ട, അത് ബോസ് വന്നപ്പോൾ കാണിച്ചാൽ മതി. മോൾ ഇരുന്നോ മോളെ. ഇനി മോൾ ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങിക്കോ. വേണ്ട, ഇത് ഓൺ ചെയ്യാൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ, ബാക്കിയെല്ലാം ഡിസൈനേഴ്സിന്റെ ജോലിയാ. എന്താ മോളെ, നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? വെള്ളം വേണോ? വേണ്ട, വെള്ളം. മോള് വെള്ളം കുടിച്ചോ. കുട്ടി പേടിക്കണ്ട, ട്രെയിനിങ് ഒക്കെ തരാൻ ആള് വരും. ഒരു മഹാരാഷ്ട്രക്കാരനാ വരുന്നത്, വിദേശത്തൊക്കെ പോയി ജോലി പഠിച്ച ആളാ. കുട്ടിക്ക് ഇനി ലാംഗ്വേജ് അറിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എനിക്കാണെങ്കിൽ 6 ലാംഗ്വേജ് അറിയാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ മലയാളത്തിനാണ് അല്പം വീക്ക്. ഇത്രയും ലാംഗ്വേജ് എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ബോസ് എന്നെ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത്. സ്വാമി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഋതികയ്ക്ക് ആ നടന്ന സംഭവം അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? ഋതിക ആകെ സങ്കടത്തോടെ ഇരിക്കുക. കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വെള്ളം വേണമെങ്കിൽ ദാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, ഇതെടുത്ത് കുടിച്ചോണം. പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, ഇന്നധികം ജോലിയൊന്നും കാണില്ല. അപ്പോൾ സീ യു അഗെയിൻ. പേടിക്കണ്ട കേട്ടോ. എന്തോ നമ്മുടെ സ്വാമിക്ക് ഋതിയോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്. ആരുമില്ലാത്തവർക്ക് ദൈവം കാണുമെന്നാണല്ലോ പറയുന്നത്. ഇവിടെ നമ്മുടെ സ്വാമി ആയിരിക്കും ഋതികയ്ക്ക് എപ്പോഴും രക്ഷകനായിട്ട് വരുന്നത്. രാജു എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? രാജുവിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ രാജുവിനോട് ഒരു ദേഷ്യവും ഇല്ല. എൻ്റെ ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതായി. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഋതികേ. എൻ്റെ ദൈവമേ, ഞാൻ കരുതി രാജുവിനിപ്പോൾ എന്നോടുള്ള ദേഷ്യം ഇല്ലാതായി കാണുമെന്ന. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. രാജുവിൻ്റെ മനസ്സിൽ എന്നോട് ദേഷ്യം ഉള്ളത് കൊണ്ടാണ് രാജു ഇത്രയും നാളും എന്നെ കാണാൻ വരാത്തത്.
എന്നോട് ഇത്രയും വെറുപ്പുള്ള രാജുവിനോടൊപ്പം ഒരു വർഷം ഈ ഓഫീസിൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും? ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് രാജു താണ്ട നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ നിൽക്കുക. അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ തകർത്ത് അഭിനയിച്ച്. പക്ഷേ അഭിനയത്തിന്റെ പിന്നിൽ രാജു അനുഭവിച്ച വേദന എന്താണെന്ന് രാജുവിന് മാത്രമേ അറിയൂ. അത് ഋതികയ്ക്ക് പോലും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഋതിക വീണ്ടും അഗ്നിപരീക്ഷണത്തിലാണ്. വീട്ടിൽ അംബികയായിരുന്നെങ്കിൽ ഇവിടെ ഓഫീസിൽ താണ്ട രോഷിനി. ഇനി എന്തൊക്കെയാണ് രോഷിനി ഋതിയോട് കാണിക്കാൻ പോകുന്ന ക്രൂരതകൾ? അവളാണെങ്കിൽ രാജുവിനെ സ്വന്തമാക്കാൻ നോക്കിയിരിക്കുക. ആ സമയത്താണ് ഋതിക അവിടെ കയറി ചെന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അവൾ ഋതികയെ അവിടെ കിടന്ന് ചെയ്യാൻ പോകുന്നത്? ഋതികയോട് എന്തെങ്കിലും ക്രൂരത കാണിക്കാൻ രാജു സമ്മതിക്കുമോ? അവൻ്റെ ജീവനല്ലേ ഋതിക. ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.